ഹായ് വെൽക്കം ടു ദ ന്യൂ ട്യൂട്ടോറിയൽ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ രണ്ടാമത്തെ പാർട്ട് കവർ ചെയ്തിരുന്നു. ഇത് തേർഡ് പാർട്ടാണ്. അപ്പം അവിടെ ഞാൻ കുറച്ച് ബേസിക് കൺസെപ്റ്റ് ഒക്കെ പറഞ്ഞിരുന്നു. ട്രയാങ്കിൾസിൽ എങ്ങനെ ഡിഫറെൻറ്റ് ട്രിഗണോമെട്രിക് റേഷ്യോ നമ്മൾ ഫോം ചെയ്തിരുന്നു. കുറച്ച് റിലേഷൻസ് സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ്, സീക്ക് എക്സ്, കൊസീക്ക് എക്സ്, കോട്ട് എക്സ് എന്നൊക്കെ പറഞ്ഞ റിലേഷൻസ് നമ്മൾ എഴുതിയിരുന്നു. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ആ ട്രയാങ്കിൾ ഒന്ന് നോക്കാം. അപ്പം ഇതാണ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഈ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എ ബി സിയിൽ എക്സിനെ റെപ്രസെന്റ് ചെയ്തിട്ട് നമ്മൾ ആ റിലേഷൻ ഫോം ചെയ്തിരുന്നു. സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ് ഇങ്ങനെയൊക്കെ പറഞ്ഞ മൂന്ന് റിലേഷൻസ്. സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇനി നമ്മൾ ഈ പാർട്ടിൽ ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് ഈ എക്സ് സം സ്റ്റാൻഡേർഡ് ആംഗിൾ ആകുമ്പോഴുള്ള ഈ ട്രിഗണോമെട്രിക് റേഷ്യോയുടെ വാല്യൂസ് നമുക്ക് ആവശ്യമാണ്. നമുക്ക് പ്രോബ്ലംസിൽ ആവശ്യം വരും. ആ സ്റ്റാൻഡേർഡ് വാല്യൂസ് നമുക്ക് ഏതൊക്കെയാണ്, അതായത് എക്സിന് നമ്മളിപ്പോൾ ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് റേഷ്യോ കിട്ടും. അതായത് എക്സിന് ഇവിടെ 1 ഡിഗ്രി കൊടുക്കുമ്പോൾ നമുക്കൊരു റേഷ്യോ കിട്ടും, 2 ഡിഗ്രി കൊടുക്കുമ്പോൾ വേറൊരു റേഷ്യോ കിട്ടും. അപ്പോൾ ഡിഫറെൻറ്റ് വാല്യൂസ് നമ്മൾ ടേബിളിൽ ഫോം ചെയ്താലും നമുക്ക് സ്റ്റാൻഡേർഡ് ആംഗിൾസിൻ്റെ ട്രിഗണോമെട്രിക് റേഷ്യോസ് നമ്മളെപ്പോഴും നമ്മളെ മനസ്സിലുണ്ടാവണം. അപ്പോൾ അത് പ്രോബ്ലംസിന് ആവശ്യം വേണ്ടി വരും. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് ആംഗിൾ വരുന്നത് 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. ഈ സ്റ്റാൻഡേർഡ് ആംഗിൾസിലുള്ള ട്രിഗണോമെട്രിക് റേഷ്യോസ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ഇതിൽ 0യും 90 ഡിഗ്രിയും ഞാൻ നെക്സ്റ്റ് പാർട്ടിൽ പറയും. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് 30, 45, 60 ഡിഗ്രിയുടെ ട്രിഗണോമെട്രിക് റേഷ്യോസ്, അതായത് സൈൻ 30, കോസ് 30, ടാൻ 30 എന്നിങ്ങനെ ഉള്ള വാല്യൂസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. കാരണം ഈ ആംഗിൾസിന്റെ നമുക്ക് ഇനിയുള്ള പാർട്ടിലൊക്കെ ആവശ്യമാണ്. അപ്പം ഈ സ്റ്റാൻഡേർഡ് ആംഗിൾസിന്റെ ട്രിഗണോമെട്രിക് റേഷ്യോസ് വളരെ വളരെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം ഞാൻ ഫസ്റ്റ് 30യുടെ 45ന്റെ ആണ് കൺസിഡർ ചെയ്യുന്നത്. 45ന്റെ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മളൊരു 45 90 ഡിഗ്രി ഉള്ള റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം. അപ്പം ഇതിൽ നിന്ന് നമുക്ക് അറിയാം സൈൻ 45 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഡെഫിനിഷൻ വെച്ച് നമുക്ക് സൈൻ 45 എന്താണ്. അതുപോലെ തന്നെ ഇത് എ ബി എന്ന് പറയുന്ന സൈഡ് 1 സെന്റിമീറ്റർ ഓർ 1 യൂണിറ്റ് ആയിട്ട് ഞാൻ എടുത്താൽ നമുക്കറിയാം ഇത് എന്താണ്, ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഐസോസെലസ് ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടി എന്താണ്? ഐസോസെലസ് ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടി ആംഗിൾ ഓപ്പോസിറ്റ് ടു ദ ലെങ്ത് ഓഫ് ഈക്വൽ സൈഡ് ലെങ്ത് ഈക്വൽ ആയിരിക്കും. അതായത് ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡും ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡും എപ്പോഴും ഈക്വൽ ലെങ്ത് ആയിരിക്കും. ഓക്കെ, അപ്പം ഇത് 1 ആണെങ്കിൽ ഇതും 1 ആയിരിക്കും. ഓക്കെ, അതാണ് ഐസോസെലസ് ട്രയാങ്കിൾ. അപ്പം ഇത് ഒരു സ്മാളസ്റ്റ് ട്രയാങ്കിൾ ആണ് ഞാൻ കൺസിഡർ ചെയ്തത്. നമുക്ക് ഈ റേഷ്യോ ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ 1 ലെങ്ത് ഉള്ള നമ്മളെ ഐസോസെലസ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തത്. അപ്പം ഇത് 1 ആണെങ്കിൽ ഇത് 1, ഇത് √2 ആയിരിക്കും. എന്തുകൊണ്ടാ? ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പം ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ് ഹൈപ്പോട്ടന്യൂസിന്റെ വാല്യൂ. അപ്പം √2 എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇതിൽ നിന്ന് സൈൻ 45ന്റെ വാല്യൂ നമുക്ക് അറിയാം. എന്താണ്? സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പം ഇവിടെ നമ്മൾ 45 ഡിഗ്രി എടുത്താൽ ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്? 1 ആണ്. ഹൈപ്പോട്ടന്യൂസ് √2 ആണ്. അപ്പോൾ 1/√2 എന്നുള്ള വാല്യൂ കിട്ടി. അതേപോലെ തന്നെ കോസ് 45 എത്രയാണ്? കോസ് 45 ഇവിടെ എടുക്കുമ്പോൾ 1 ആണ് അഡ്ജസന്റ് സൈഡ്, √2 ആണ് ഹൈപ്പോട്ടന്യൂസ്. അപ്പം കോസ് 45ന്റെ ഡെഫിനിഷൻ എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പം 1/√2.
ഇതേപോലെ തന്നെ നമുക്ക് tan 45 ഡിഫൈൻ ചെയ്യാം. ഓക്കെ, tan 45 എന്ന് പറഞ്ഞാൽ ഇവിടെ 45 എടുക്കുമ്പോൾ 1 ആണ് ഓപ്പോസിറ്റ് സൈഡ്, അഡ്ജസന്റ് സൈഡ് എന്താണ് 1 ആണ്. അപ്പോൾ tan 45 ന്റെ ഡെഫിനിഷൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. അപ്പോൾ 1/1 that is equal to 1. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സ്റ്റാൻഡേർഡ് ആംഗിൾസിലുള്ള ട്രിഗണോമെട്രിക് റേഷ്യോ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് കൊസീക്ക് 45 എഴുതാം. കൊസീക്ക് 45 എന്ന് പറഞ്ഞാൽ ഇതിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ സൈനിന്റെ റെസിപ്രോക്കൽ ആണ് കൊസീക്ക്, അപ്പം √2 വരും. അതേപോലെ തന്നെ സീക്ക് 45 എത്ര വരും? കോസിന്റെ റെസിപ്രോക്കൽ ആണ് സീക്ക്, അപ്പം സീക്ക് 45 √2 വരും. ടാനിന്റെ റെസിപ്രോക്കൽ എന്താണ്? കോട്ട് 45. ഓക്കെ, അപ്പം 1ന്റെ റെസിപ്രോക്കൽ 1. അപ്പം ഇതാണ് 45 എന്നുള്ള സ്റ്റാൻഡേർഡ് ആംഗിൾസിലുള്ള എല്ലാ ട്രിഗണോമെട്രിക് റേഷ്യോയും ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് 30യുടെയും 60യുടെയും ഇനി കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരിക്കലും ഇത് ഈ റേഷ്യോസ് ബൈഹാർട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. നിങ്ങൾ എപ്പോഴും ഓർമ്മിക്കേണ്ടത് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അതായത് 45 90 45 എന്നുള്ള ഐസോസെലസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഓർമ്മിക്കുക. അതിന്റെ രണ്ട് സൈഡ് 1 ആയിട്ട് ഓർമ്മിക്കുക, ഹൈപ്പോട്ടന്യൂസ് √2 ആയിട്ട് ഇടുക. പിന്നെ നിങ്ങൾ എപ്പോഴും കീപ്പ് ചെയ്യേണ്ടത് സൈൻ 45ന്റെ ഡെഫിനിഷൻ ആണ്. അതായത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്നുള്ള ഡെഫിനിഷൻ മനസ്സിൽ ഓർമ്മിച്ചുകൊണ്ട് ഇത് ഈ ട്രയാങ്കിൾ മൈൻഡിൽ വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? റേഷ്യോ നിങ്ങൾ ഒരിക്കലും ഈ ഫോർമുലാസ് ബൈഹാർട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. അപ്പൊ നിങ്ങൾ മറന്നു പോകും, അപ്പൊ കൺഫ്യൂഷൻ ആവും. ചിലപ്പം നിങ്ങൾ cos 45 √2 വന്ന് മാറിപ്പോകും. ഈ ട്രയാങ്കിൾ നിങ്ങൾ എപ്പോഴും മൈൻഡിൽ കീപ്പ് ചെയ്താൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് ഏത് ആംഗിള് ഏത് റേഷ്യോസ് ചോദിച്ചാൽ നിങ്ങൾക്ക് റിമെമ്പർ ചെയ്യാൻ പറ്റും ഈ ട്രയാങ്കിൾ. അപ്പം 1 √2 45 90 45 ഡിഗ്രി എന്നുള്ള ട്രയാങ്കിൾ നിങ്ങൾ മനസ്സിൽ ഓർമ്മിച്ച് വെക്കണം. അതിൽ നിന്ന് നിങ്ങൾ ഡെഫിനിഷൻ വെച്ചിട്ട് എന്ത് ചെയ്യണം? ഈ റേഷ്യോസ് ഓട്ടോമാറ്റിക്കലി ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 30 ഡിഗ്രിയും 60 ഡിഗ്രിയും എങ്ങനെയാണ് ട്രയാങ്കിൾസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വെച്ച് ഫോം ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ് ABC എന്ന് പറയുന്ന ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണിത്. ഇതിന്റെ സൈഡ് ഞാൻ 2 യൂണിറ്റ് ആയിട്ട് എടുക്കുന്നു. 2 യൂണിറ്റ് 2 സെന്റിമീറ്ററോ 2 മീറ്ററോ എത്രയാവാം, നമുക്ക് റേഷ്യോസ് ആണ്, അതുകൊണ്ട് 2 യൂണിറ്റ് ആയിട്ട് എടുക്കുന്നു. ഇനി ഞാൻ ചെയ്യുന്നത്, നമുക്കറിയാം ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഓരോ ആംഗിളും എത്രയാണ്? 60 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. 60 ഡിഗ്രി ആണ്. ഞാൻ ചെയ്യുന്നത് ഈ സി എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്ന് ഒരു ആംഗിൾ ബൈസെക്ടർ ഞാൻ ഡ്രോപ്പ് ചെയ്യുകയാണ് AB എന്നുള്ള സൈഡിലേക്ക്. അപ്പോൾ ആംഗിൾ ബൈസെക്ടർ ആകുമ്പോൾ ഈ ആംഗിൾ സിനെ അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പം ഇപ്പം ഓരോ ഈ സി എന്നുള്ള ആംഗിളിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ലൈന് സി എന്ന് AB-യിലേക്ക് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഡ്രോപ്പ് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും. എന്തുകൊണ്ടാണ് പെർപെൻഡിക്കുലർ? കാരണം 60 + 30 എത്രയാണ്? 90. അപ്പം ഇവിടെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഒരു ട്രയാങ്കിൾ ആണ് ഫോം ചെയ്യുന്നത്. ABC ലെറ്റ് ഈ പോയിന്റ് ഡി ആയിട്ട് എടുത്താൽ ACD എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ആണ് ഫോം ചെയ്യുന്നത്. അപ്പം ടോട്ടൽ 180 കിട്ടണമെങ്കിൽ ഓൾറെഡി 90 ഇവിടെ ആയി. അപ്പൊ 90 കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ ഇത് മസ്റ്റ് ബി പെർപെൻഡിക്കുലർ ആയിരിക്കണം AB-ക്ക്. അപ്പം ഇത് 90 ആണ്, അതേപോലെ തന്നെ ഇതും 90 ആണ്. ഓക്കെ, അപ്പം ഇത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയി, വേറെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളും ആയി. രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെയും ആംഗിൾസ് ഈക്വൽ ആണ്. 60 30 90 60 30 90. ഇനി വേറെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ട്രയാങ്കിൾ ACDയും ഈ ട്രയാങ്കിൾ DCBയും നോക്കിയാൽ ഇത് കോൺഗ്രുവന്റ് ട്രയാങ്കിൾ ആണ്. എന്തുകൊണ്ടാണ് കോൺഗ്രുവന്റ് ട്രയാങ്കിൾ? നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ട് സൈഡ്സും, അതായത് രണ്ട് കറസ്പോണ്ടിങ് സൈഡ്സ്, അതായത് ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഈ സൈഡും എന്താണ്? ഈക്വൽ ആണ്, കാരണം 2 യൂണിറ്റ് ആണ്. അതേപോലെ തന്നെ ഈ സൈഡ് എന്താണ്? രണ്ട് ട്രയാങ്കിളിന് കോമൺ ആണ്. അപ്പം ഇനി ഈ രണ്ട് ഈക്വൽ സൈഡ്സ്, അതായത് കറസ്പോണ്ടിങ് സൈഡ്സിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ രണ്ട് ട്രയാങ്കിളിനും
30 ഡിഗ്രി ആണ്. അപ്പം ഈ രണ്ട് ട്രയാങ്കിളും എന്തായിരിക്കും? മസ്റ്റ് ബി കോൺഗ്രുവന്റ് ട്രയാങ്കിൾ. ഇതാണ് കോൺഗ്രുവന്റ് ട്രയാങ്കിളിന്റെ ഒരു കണ്ടീഷനാണ്. സൈഡ് ആംഗിൾ സൈഡ് എന്ന് പറയുന്ന കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം ഇത് കോൺഗ്രുവന്റ് ട്രയാങ്കിൾ ആണ്. കോൺഗ്രുവന്റ് ട്രയാങ്കിൾ ആണെങ്കിൽ അതിന് എപ്പോഴും ഈക്വൽ ആംഗിൾസും ഈക്വൽ സൈഡ്സും ആയിരിക്കും. അതായത് 3 ആംഗിളും ഈക്വൽ ആവണം, 3 സൈഡ്സും മസ്റ്റ് ബി ഈക്വൽ ആവണം. അപ്പൊ 3 ആംഗിൾസ് ഈക്വൽ ആണ്. ഓക്കെ, സൈഡ്സ് 2 ഓൾറെഡി ഈക്വൽ ആണ്. നമുക്ക് ഈ പ്രോപ്പർട്ടി, അതായത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് മൂന്നാമത്തെ സൈഡ്സും ഈക്വൽ ആകണം. അപ്പോൾ നമുക്ക് ഈ ടോട്ടൽ ലെങ്ത് 2 ആണെങ്കിൽ ഇത്രയും ലെങ്ത് 1 ആയിരിക്കും, ഇതും 1 ആയിരിക്കും. എന്തുകൊണ്ടാണ്? ഈ രണ്ട് സൈഡും ഈക്വൽ ആയാൽ മാത്രമേ ഇത് കോൺഗ്രുവന്റ് ട്രയാങ്കിൾ ആവും. കോൺഗ്രുവന്റ് ട്രയാങ്കിൾ ആണെന്ന് നമ്മൾ ഓൾറെഡി ഈ കണ്ടീഷൻ വെച്ച് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇതിൽ നിന്ന് ഒരു റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിൾ മാത്രമേ നമുക്ക് വേണ്ടൂ ഈ ആംഗിൾസ് കണ്ടുപിടിക്കാൻ. അപ്പൊ നമുക്ക് ഈ ഒരു പാർട്ട് മാത്രം എടുക്കാം. അപ്പം ACD എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇപ്പൊ നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. അതിന്റെ ബേസ് 1 ആണ്, ഹൈപ്പോട്ടന്യൂസ് 2 ആണ്. ഇനി നമുക്ക് ആൾട്ടിറ്റ്യൂഡ് എന്താണെന്ന് കണ്ടുപിടിക്കണം. കാരണം ഈ റേഷ്യോ ഡിഫൈൻ ചെയ്യണമല്ലോ. അപ്പം ആൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം √2² മൈനസ് ബേസ് സ്ക്വയർ ആണ് ഇതിന്റെ ആൾട്ടിറ്റ്യൂഡ്. അപ്പം എന്ന് പറഞ്ഞാൽ 4 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു √3. അപ്പം √3 ആണ് ഇതിന്റെ ആൾട്ടിറ്റ്യൂഡ്. ഇപ്പം 3 സൈഡിന്റെ ലെങ്ത്തും കിട്ടിയിട്ടുണ്ട്, ആംഗിൾസും കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ട്രിഗണോമെട്രിക് റേഷ്യോ ഫോം ചെയ്യാം. ആദ്യമായിട്ട് ഞാൻ 30 ഡിഗ്രിയുള്ള ട്രിഗണോമെട്രിക് റേഷ്യോ ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് sin 30 എന്താണെന്ന് നോക്കാം. sin 30 എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് വിത്ത് റെസ്പെക്ട് ടു ദിസ് ആംഗിൾ ആണ്. അപ്പം ഇവിടെ നോക്കുമ്പോൾ സൈനിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? AD ആണ്, അത് 1 ആണ്. അപ്പം ഓപ്പോസിറ്റ് സൈഡ് 1 ആണ്. ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? 2 ആണ്. അപ്പം sin 30 1/2. ഓക്കെ, ഇനി cos 30. അപ്പം 30യുടെ ആംഗിളിന് അഡ്ജസന്റ് ആയിട്ട് വരുന്നത് ഏതാണ്? cos 30 എന്താണ്? അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ √3 ആണ് ഹൈപ്പോട്ടന്യൂസ്. ഇപ്പൊ √3/2 എന്ന് പറയുന്നത് cos 30 കിട്ടും. tan 30 എത്രയാണ്? tan 30 നോക്കുമ്പോൾ ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്, ഇതാണ് അഡ്ജസന്റ് സൈഡ്. അപ്പം 1/√3. ഓക്കെ, 1/√3. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് sin 60യുടെ വാല്യൂ ആണ്. അപ്പം ഇതിന്റെ ഒക്കെ റെസിപ്രോക്കൽ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? cosec 30 എത്രയാണ്? ഇതിന്റെ റെസിപ്രോക്കൽ, അതായത് 2. അതേപോലെ തന്നെ sec 30 എത്രയാണ്? 2/√3. അതേപോലെ തന്നെ cot 30 എന്ത് വരും? √3. ഇതിന്റെ റെസിപ്രോക്കൽ ആണ് നമ്മൾ കൊസീക്കും സീക്കും കോട്ടും ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് 60യുടെ കേസിലേക്ക് പോവാം. 60 എടുക്കുമ്പോൾ നമ്മൾ ആംഗിൾ ചൂസ് ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പം വിത്ത് റെസ്പെക്ട് ടു ഈ ആംഗിൾ വേണം നമ്മൾ റേഷ്യോ ഡിഫൈൻ ചെയ്യാൻ. അപ്പൊ sin 60 എന്ന് പറയുമ്പോൾ എത്രയാണ്? ഓപ്പോസിറ്റ് സൈഡ് ഇതാണ് √3, ഹൈപ്പോട്ടന്യൂസ് ഇതാണ്. അപ്പം √3/2 എന്ന റേഷ്യോ. ഇനി cos 60 എന്ത് വരും? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് cos 60യുടെ ഡെഫിനിഷൻ. അപ്പം 1 ഇവിടെ എടുക്കണം, 2 ഇവിടെ എടുക്കണം. അപ്പം 1/2 എന്ന് കിട്ടും. tan 60 എന്താണ്? tan 60 എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് 60നെ വെച്ച് നോക്കുമ്പോൾ ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്. അപ്പൊ √3/1. അപ്പൊ √3/1 ദാറ്റ് ഈസ് ഈക്വൽ ടു √3. ഇനി ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നമുക്ക് cosec 60 എത്ര കിട്ടും? 2/√3. sec 60 എത്ര കിട്ടും? 2. അതേപോലെ തന്നെ cot 60 എത്ര കിട്ടും? 1/√3. ഓക്കെ, അപ്പം ഇതാണ് സ്റ്റാൻഡേർഡ് ആംഗിൾസിലുള്ള ട്രിഗണോമെട്രിക് റേഷ്യോസ്. ഈ 0യും 90 ഡിഗ്രിയും നമ്മൾ അടുത്ത പാർട്ടിൽ ട്രിഗണോമെട്രി വിത്ത് ഇൻ യൂണിറ്റ് സർക്കിൾ എന്നുള്ള പോർഷൻ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പം ബാക്കിയുള്ള എല്ലാ, അതായത് ലെസ് ദാൻ
90 ഡിഗ്രി വരുന്ന അക്യൂട്ട് ആംഗിൾസിന്റെ റേഷ്യോസ് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ റേഷ്യോസ് മൊത്തം നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കാതെ ഈ രണ്ട് ട്രയാങ്കിൾസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പം എപ്പോഴും ഈ രണ്ട് ട്രയാങ്കിൾസ് മൈൻഡിൽ വെക്കുക. എന്നിട്ട് നിങ്ങൾ ആ ഡെഫിനിഷൻ, അതായത് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ്, കോസ് എക്സ് എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ്, അങ്ങനെ മനസ്സിൽ എന്ത് ചെയ്യുക, ഇമാജിൻ ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നതായിരിക്കും ബെറ്റർ. അതാകുമ്പോൾ നിങ്ങൾക്ക് ഇത് കൺഫ്യൂഷൻ ഉണ്ടാവില്ല, ഒരിക്കലും മറന്നു പോകത്തില്ല. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് ഈ ട്രയാങ്കിൾ വരച്ചിട്ട് എങ്ങനെയാണ് ഈ റേഷ്യോ കിട്ടുന്നത് ഞാൻ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കുറച്ച് ബേസിക് ഐഡന്റിറ്റീസ് ഉണ്ട്, ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ്. യൂസിങ് ദിസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വി ക്യാൻ ഫോം സം ബേസിക് ഐഡന്റിറ്റീസ്. അതെങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പം ബേസിക് ഐഡന്റിറ്റീസ് ഫോം ചെയ്യാൻ വേണ്ടി ഞാനൊരു ജനറൽ ആംഗിൾ എടുത്തിരിക്കുകയാണ് എക്സ്. അപ്പം ഇതിൽ നിന്ന് സൈൻ എക്സ് എന്താണ്? സൈൻ എക്സ് ഈസ് ഈക്വൽ ടു ബി സി ബൈ എ സി ആണെന്ന് നമുക്കറിയാം. ബി സി ബൈ എ സി, കാരണം ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇത് ഇക്വേഷൻ 1 ആയിട്ട് എടുത്തു. കോസ് എക്സ് എന്താണ്? കോസ് എക്സ് ഈസ് ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താണ്? എ ബി ബൈ എ സി. എ ബി ബൈ എ സി, ഇത് ഇക്വേഷൻ 2 ആയിട്ടും എടുത്തു. ഞാൻ ചെയ്യുന്നത് ഈ ഇക്വേഷനെ ബോത്ത് സൈഡ്സ് സ്ക്വയർ ചെയ്യുന്നു, എന്നിട്ട് അതേപോലെ തന്നെ രണ്ടാമത്തെ ഇക്വേഷനും ബോത്ത് സൈഡ്സ് സ്ക്വയർ ചെയ്തിട്ട് ഈ ഇക്വേഷൻ 1+2 ചെയ്യുകയാണ്. അപ്പം ഒന്നാമത്തെ ഇക്വേഷൻ സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്സ്, സ്ക്വയർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് വരും? സൈൻ എക്സ് ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സി ബൈ എ സി ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇത് ഒന്നാമത്തെ ഇക്വേഷനെ സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്സ്. ഓക്കെ, അപ്പം ഇത് സൈൻ എക്സ് ഹോൾ സ്ക്വയർ എപ്പോഴും സൈൻ സ്ക്വയർ എക്സ് ആയിട്ടാണ് നമ്മൾ എഴുതുന്നത്. എപ്പോഴും സൈൻ എക്സ് ഹോൾ സ്ക്വയർ എന്താണ്? സൈൻ സ്ക്വയർ എക്സ് ആണെന്ന് നമ്മൾ എഴുതുന്നത്. അതേപോലെ തന്നെ ഇത് ബി സി സ്ക്വയർ ബൈ എ സി സ്ക്വയർ എന്ന് എഴുതാം. എ ബൈ ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ബൈ ബി സ്ക്വയർ ബൈ എ സി. അപ്പം ഇതാണ് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, ഇതേപോലെ തന്നെ നമ്മൾ കോസ് എക്സിനെയും എ ബി ബൈ ബി സി രണ്ട് ഭാഗത്തും എന്ത് ചെയ്യുന്നു? സ്ക്വയർ ചെയ്യുന്നു. അപ്പം കോസ് സ്ക്വയർ എക്സ് എന്താവും? എ ബി സ്ക്വയർ ബൈ എ സി സ്ക്വയർ ആവും. ഓക്കെ, അപ്പം ഇക്വേഷൻ 2 എന്തായി? ഇങ്ങനെ കൺവേർട്ട് ആയി. ഇക്വേഷൻ 1 സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു ബി സി സ്ക്വയർ ബൈ എ സി സ്ക്വയർ. ഈ രണ്ട് ഇക്വേഷനും കൂടി ആഡ് ചെയ്യണം. അപ്പം ഇക്വേഷൻ 1 പ്ലസ് 2 എന്താണ് കിട്ടുന്നത്? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ്. ഇത് LHS ആഡ് ചെയ്യുമ്പോൾ, ഇനി RHS ലേക്ക് പോകുമ്പോൾ ബി സി സ്ക്വയർ ബൈ എ സി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ ബൈ എ സി സ്ക്വയർ എന്ന് കിട്ടും. ഇനി RHS നോക്കിയാൽ ഡിനോമിനേറ്റർ കോമൺ ആണ്. അപ്പം ഇതൊന്നും കൂടെ സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്താ? ബി സി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സി സ്ക്വയർ എന്ന് കിട്ടും. എന്താണ് ബി സി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ? ബി സി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ ആണ്, കാരണം ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. അപ്പം ബി സി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ എന്തായിരിക്കും? എ സി സ്ക്വയർ ബൈ എ സി സ്ക്വയർ ആയിരിക്കും. 1 ആയിരിക്കും ആൻസർ. അപ്പം ഫൈനൽ ആൻസർ നമുക്ക് എന്ത് കിട്ടി? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഒരു ഫോർമുലയാണ് നമ്മൾ ഫോം ചെയ്യുന്നത്. എനി റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വിത്ത് റെസ്പെക്ട് ടു എക്സ്, എനി ആംഗിൾ
സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 ആയിരിക്കും. നിങ്ങൾ ഏതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുത്താലും ഇതാണ് ഫസ്റ്റ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ട്രിഗണോമെട്രിക്ക് ഫസ്റ്റ് ഐഡന്റിറ്റി ആണിത്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ ഞാൻ വേറെ ഒരു റിലേഷൻ ഫോം ചെയ്യാണ്. ഒരു ഇവിടെ നെക്സ്റ്റ് റേഷ്യോ ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് സീക്ക് എക്സിന്റെ ആണ്. സീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്താണ്? സീക്ക് എക്സ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസന്റ് സൈഡ്, അതായത് കോസിന്റെ റെസിപ്രോക്കൽ. അപ്പം എ സി ബൈ എ ബി, എ സി ബൈ എ ബി ആണ് സീക്ക്. അതേപോലെ തന്നെ ടാൻ എക്സ് എന്താണ്? ടാൻ എക്സ് ഈക്വൽ ടു ബി സി ബൈ എ ബി ആണ്, ബി സി ബൈ എ ബി. ഓക്കെ, അപ്പൊ നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ ഈ രണ്ട് ഇക്വേഷൻസിനെയും സ്ക്വയർ ചെയ്യുന്നു. അപ്പം ഇക്വേഷൻ 1 നമുക്ക് സ്ക്വയർ ചെയ്താൽ രണ്ട് ഭാഗത്തും എന്താവും? സി സ്ക്വയർ എക്സ് ഈക്വൽ ടു എ സി സ്ക്വയർ ബൈ എ ബി സ്ക്വയർ എന്ന് വരും. ഇത് ഇക്വേഷൻ 1 ആണ്. അതേപോലെ തന്നെ ഇക്വേഷൻ 2 നമുക്ക് ടാൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു ബി സി സ്ക്വയർ ബൈ എ ബി സ്ക്വയർ ഈക്വൽ ടു എന്ന് വരും. ഇതാണ് ഇക്വേഷൻ 2. ഇനി നേരത്തെ നമ്മൾ ആഡ് ചെയ്യുകയായിരുന്നു രണ്ട് ഇക്വേഷൻ ചെയ്തത്. ഇവിടെ സബ്സ്ട്രാക്ട് ചെയ്യണം. അതായത് ഇക്വേഷൻ 1 മൈനസ് 2 ആണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം LHS ൽ സി സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു എ സി സ്ക്വയർ ബൈ എ ബി സ്ക്വയർ മൈനസ് ബി സി സ്ക്വയർ ബൈ എ ബി സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇങ്ങനെയാണ് ഇക്വേഷൻ ഉണ്ടാവുക. ഓക്കെ, ഇനി എ സി സ്ക്വയർ, ഇത് ഡിനോമിനേറ്റർ കോമൺ ആണ്. അപ്പം ഇതിനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്താൽ എ സി സ്ക്വയർ മൈനസ് ബി സി സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ എ ബി സ്ക്വയർ എന്ന് എഴുതാം. ഈ എ സി സ്ക്വയർ മൈനസ് ബി സി സ്ക്വയർ എന്താണ്? എ സി സ്ക്വയർ മൈനസ് ബി സി സ്ക്വയർ, അതായത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ ആണ്, എ ബി സ്ക്വയർ ആണ്. അപ്പം ഈ ടേം എന്താണ്? എ ബി സ്ക്വയർ ആണ്. അപ്പം എ ബി സ്ക്വയർ ബൈ എ ബി സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പൊ നമുക്കൊരു ന്യൂ ഐഡന്റിറ്റി ഫോം ചെയ്തിട്ടുണ്ട്. അതായത് സി സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. ഇതാണ് സെക്കൻഡ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് മൂന്നാമത്തെ ഐഡന്റിറ്റി നോക്കാം. മൂന്നാമത്തെ ഐഡന്റിറ്റിക്ക് ഞാൻ എടുക്കുന്നത് കൊസീക്ക് എക്സ് ആണ്. കൊസീക്ക് എക്സ് എന്താണ്? ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ഓക്കെ, സോ എ സി ഡിവൈഡഡ് ബൈ ബി സി. അതേപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് എടുക്കുന്നത് കോട്ടെക്സ് ആണ്. കോട്ടെക്സ് എന്താണ്? ഇവിടുന്ന് അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അഡ്ജസന്റ് ബൈ ഓപ്പോസിറ്റ് സൈഡ്, ദാറ്റ് ഈസ് എ ബി ഡിവൈഡഡ് ബൈ ബി സി. ഓക്കെ, ഞാൻ ഇക്വേഷൻ 1 സ്ക്വയർ ചെയ്യുകയാണ് ബോത്ത് സൈഡ്സിൽ. അപ്പം എന്തായിട്ട് കൺവേർട്ട് ആവും? കൊസീക്ക് സ്ക്വയർ എക്സ് ഈക്വൽ ടു എ സി സ്ക്വയർ ബൈ ബി സി സ്ക്വയർ എന്ന് വരും. അതേപോലെ തന്നെ ഇക്വേഷൻ 2 സ്ക്വയർ ചെയ്താൽ കോട്ട് സ്ക്വയർ എക്സ് ഈക്വൽ ടു എ ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ ഫോം ചെയ്യും. ഇനി ഇതിൽ നമ്മൾ ഇക്വേഷൻ 1 മൈനസ് 2 ആണ് ചെയ്യുന്നത്. ഇക്വേഷൻ 1 മൈനസ് 2 ചെയ്യുമ്പോൾ ഇക്വേഷൻ 1 മൈനസ് 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? കൊസീക്ക് സ്ക്വയർ എക്സ് മൈനസ് കോട്ട് സ്ക്വയർ എക്സ് ഈക്വൽ ടു എന്താണ്? കൊസീക്ക് സ്ക്വയർ എക്സ് എ സി സ്ക്വയർ മൈനസ് ബി സി സ്ക്വയർ മൈനസ് എ ബി സ്ക്വയർ ബൈ ബി സി സ്ക്വയർ. ഇതിന്റെ ഡിനോമിനേറ്റർ കോമൺ ആണ്. അപ്പൊ നമുക്ക് ഇതിനെ എ സി സ്ക്വയർ മൈനസ് എ ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സി സ്ക്വയർ എന്ന് എടുക്കാം. എന്താണ് എ സി സ്ക്വയർ മൈനസ് എ ബി സ്ക്വയർ? എ സി ഹൈപ്പോട്ടന്യൂസ് ആണ്,
എ ബി ബേസ് ആണ്. അപ്പൊ ഹൈപ്പോട്ടന്യൂസ് മൈനസ് ബേസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്? ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പം ഇവിടെ നമുക്ക് ആൾട്ടിറ്റ്യൂഡ് ബി സി സ്ക്വയർ ബൈ ബി സി സ്ക്വയർ എന്നുള്ളത് ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പൊ മൂന്നാമത്തെ ഐഡന്റിറ്റി നമ്മൾ ഫോം ചെയ്തിരുന്നു. കൊസീക് സ്ക്വയർ എക്സ് മൈനസ് കോട്ട് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. ഈ മൂന്ന് ഐഡന്റിറ്റീസ് ആണ് ബേസിക് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ്. ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഏതൊരു പ്രോബ്ലംസ് വരുമ്പോഴും ഈ ഐഡന്റിറ്റീസ് യൂസ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യം വരും, എന്നിട്ട് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ ഈ ഐഡന്റിറ്റി എപ്പോഴും നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യേണ്ട ഒന്നാണ്. അപ്പം എന്തിനാണ് ഈ ഡെറിവേഷൻ ഒക്കെ ചെയ്ത് ഇത് ഫോം ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾ ഡിറൈവ് ചെയ്തിട്ട് തന്നെ പഠിക്കണം. കാരണം നിങ്ങൾ ഇത് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾ കുറച്ചു കാലം കഴിയുമ്പോൾ അത് മറന്നു പോകും. നിങ്ങളൊരു 100 വട്ടം നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചാലും നിങ്ങൾ 10 പ്രാവശ്യം ഇത് എഴുതി ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പം റൈറ്റ് ചെയ്യുക, ഡിറൈവ് ചെയ്യുക. ഇതിലുള്ള ഓരോ സ്റ്റെപ്പും നിങ്ങൾക്ക് എൻട്രൻസ് എക്സാമിനൊക്കെ ആവശ്യമുണ്ടാകും. അപ്പം ഡിറൈവ് ചെയ്ത് പഠിച്ചാലേ അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരിക്കലും ഇത് ഇങ്ങനെ ബൈ ഹാർട്ട് പഠിച്ചുകൊണ്ട് നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കോംപ്ലക്സ് പ്രോബ്ലംസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് ഡിറൈവ് ചെയ്യുക ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വെച്ചിട്ട്. അങ്ങനെ ഒരു 10 പ്രാവശ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജീവിതകാലത്തിൽ ഒരിക്കലും നിങ്ങളത് മറക്കില്ല. അപ്പോൾ അങ്ങനെ പഠിക്കണം ഈ ഐഡന്റിറ്റീസ് ഒക്കെ. ഇത് സ്റ്റാർട്ടിംഗ് ആണ്. ഇനിയും ഒരുപാട് ഐഡന്റിറ്റീസ് വരും, ട്രിഗണോമെട്രിക് ഫോർമുലാസ് വരും. അപ്പം എല്ലാം കൂടി കൺഫ്യൂഷൻ ആകും. അപ്പം ഓരോന്നും ഡിറൈവ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ സ്റ്റാൻഡേർഡ് ആംഗിൾസിന്റെ റേഷ്യോസ് ഇവിടെ സൈൻ 45, സൈൻ 30, സൈൻ 60 ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ 3 ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് ഇവിടെ പറഞ്ഞു. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ആക്ച്വൽ ടോപ്പിലേക്ക് ട്രിഗണോമെട്രിക് ഫംഗ്ഷനിലേക്ക് നമ്മൾ കടക്കും. അതിന് മുന്നോടിയായിട്ട് ഉള്ള ഇൻട്രൊഡക്ഷൻ ആണ് ഇപ്പോൾ ഇതുവരെ 3 പാർട്ടിലായിട്ട് കഴിഞ്ഞത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ് തൊട്ടിട്ടാണ് നമ്മൾ ആക്ച്വൽ +1 ടോപ്പിക്കായ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിലേക്ക് കടക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയുള്ള ക്ലാസ്സുകളൊക്കെ വളരെ നിങ്ങൾക്ക് ബോർഡ് എക്സാമിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരു ചാപ്റ്ററായിട്ടും ലിങ്ക് ചെയ്തിരിക്കുന്ന ചാപ്റ്ററാണിത്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് മനസ്സിലാക്കി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മീ അറ്റ് കൺസെപ്റ്റ് മാത്സ് ട്യൂട്ടോറിയൽ. ഓക്കെ.